എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ചെറുപയർ പരിപ്പ് എടുക്കുക. ഒരു പാനിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ യെല്ലോ മുതൽ ലൈറ്റ് ബ്രൗൺ നിറാവുന്നത് വരെ നമുക്ക് തിളക്കാം. വല്ലാണ്ട് മൂത്ത് പോകരുത്. നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പ്രഥമനിലെ പരിപ്പ് കുറച്ച് സോഫ്റ്റ് ആവുന്നതാണ് അതിനൊരു രുചി കൂട്ടുന്നത്. അതുകൊണ്ട് പാകം മൂപ്പാവുന്നത് വരെ വറുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഒരു ഗ്ലാസ് പരിപ്പിന് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലെടുത്ത് കുക്കറിൽ ഒരു 3 വിസിലാവണ വരെ വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. പിന്നെ പ്രഷറെല്ലാം റിലീസ് ചെയ്തിട്ട് നോക്കുക, പരിപ്പൊക്കെ വെന്തണ്ണോ അതിൻ്റെ പാകമൊക്കെ നോക്കുക. നന്നായി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് ഇതിൽ ചേർക്കേണ്ടത് ശർക്കര പാനിയാണ്. ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കണം. അതിലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കല്ലും പിന്നെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവാൻ അരിച്ച് വേണം ശർക്കരപ്പാനി ഒഴിക്കാൻ. ശർക്കരപ്പാനി പരിപ്പും കൂടെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ശർക്കരപ്പാനി വറ്റിച്ചെടുക്കുക. അതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവന് വറ്റി അത് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത ചേരുവയായ തേങ്ങയുടെ 2/2 പാൽ ചേർക്കണം. അതായത് തിൻ കോക്കനട്ട് മിൽക്ക് ചേർക്കേണ്ട സമയമായി. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കണം. കാരണം ഇപ്പോൾ ശർക്കര പാനിയിലേക്ക് വെള്ളം വറ്റിയിട്ട് നല്ല കുറുകിയ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു നല്ല കട്ടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് തുടരെ ഇളക്കി കൊണ്ടേ ഇരിക്കുക. ഇത് കുറുകുന്നവരെ നല്ല കുറുക്കായി നല്ല പ്രഥമന്റെ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നന്നായി കുറുകിയതിന് ശേഷം പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ 1/4 പാൽ ചേർക്കുക. തിക്ക് കോക്കനട്ട് മിൽക്ക്. ഇത് ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വേണം 1/4 പാൽ ചേർക്കാൻ. ഇതിനോടൊപ്പം തന്നെ ഏലക്കായും ചുക്കും ജീരകവും ഒരുമിച്ച് പൊടിച്ച് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അത് കട്ട പിടിക്കാതെ പ്രഥമനിലേക്ക് യോജിപ്പിച്ച് ചേർക്കുക. തീ ഓഫ് ചെയ്യുക. 1/4 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഥമൻ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞാലേ അതിൻ്റെ രുചിയും പിന്നെ ഈ സ്പൈസസ് ഒക്കെ ചേർക്കുന്നതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഥമൻ്റെ പാത്രം വാങ്ങി വെച്ച് വേറൊരു ഫ്രൈയിങ് പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂട്ടി അതിൽ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ മൂപ്പിച്ച് നല്ല ഒരു ബ്രൗൺ കളറാവുമ്പോൾ പ്രഥമനിലേക്ക് ചേർക്കാം. ഇവിടെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, തേങ്ങാക്കൊത്തു കൂടെ ചേർക്കണമായിരുന്നു. എന്നാലും ഒരു കിട്ടു പ്രഥമനാണ്. എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്, നല്ല തിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി നന്ദി, നമസ്കാരം.